വനം മ്യൂസിയത്തിലെ വനം സംരക്ഷണ സമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസർക്ക് നിവേദനം കൈമാറി. നമ്മുടെ മ്യൂസിയത്തിൻ്റെ PSSന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ അപ്പോൾ അത് ഞങ്ങൾ നോട്ടീസായിട്ട് രേഖാമൂലം തന്നില്ല. ഞാനൊരു പരാതി തന്നതേ ഉണ്ടായിരുന്നു. ഇന്ന് ആ സമിതിയുടെ രേഖാമൂലമുള്ള പരാതി ഇദ്ദേഹമാണ് ചെയർമാൻ, അത് ജനറൽ കൺവീനറാണ്, ഇത് വൈസ് ചെയർമാനാണ്, ഇത് കൺവീനേഴ്സ്, ഒരുപാട് പേര്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ഡിമാൻഡുകൾ സാറിനെ ഏൽപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത് പരിഗണിക്കേണ്ടതാണ്. CCF-ആയിട്ടോ മറ്റവരുമായിട്ടോ ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ട്, അത് പറയണം, വേണ്ട ക്രമീകരണം ചെയ്യണം. പക്ഷേ ഇത് നിയമവിരുദ്ധമാണെന്ന് സാറിനുടേ ഞങ്ങൾക്ക് പറയും. ഈ സമിതി ഇരിക്കുന്നുണ്ട്, അർഹമല്ലാത്ത സമിതി 4.5 വർഷം കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ 5 വർഷമാകുന്നു. അത് നിയമവിരുദ്ധമാണെന്ന് അറിയാം. എന്തുകൊണ്ടാണ് അത് പിരിച്ചുവിടാത്തതെന്ന് ഞാൻ കരുതുന്നു. പിന്നെ വേറൊരു ഇതുകൊണ്ട് ഇവിടുത്തെ RO അദ്ദേഹം ഇവരെ പിന്തുണയ്ക്കുന്നു, വീണ്ടും കമ്മിറ്റി വിളിക്കാൻ ശുപാർശ ചെയ്യുന്നു ഞങ്ങൾ കേട്ടു. ഞങ്ങളെ കൊണ്ട് ഒരു വലിയ സമരത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയും. ഓക്കെ. കുളത്തൂപ്പുഴയിലെ VSSന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന സമരവും അതിനോടനുബന്ധിച്ചുള്ള നിയമ പോരാട്ടവും കുളത്തൂപ്പുഴയിലെ ബഹുജനങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുകയാണ്. ആ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ജനകീയ സമിതിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ, വനം വകുപ്പ് മന്ത്രിയും അതിന് താഴോട്ട് ഫോറസ്റ്റിൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാർക്കും CCF-നും DFOയ്ക്ക് ഇപ്പോൾ ഞങ്ങളിവിടെ ROയ്ക്ക് അതിൻ്റെ നിവേദനത്തിൻ്റെ പകർപ്പ് നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം ഞങ്ങളുടെ ഡിമാൻഡ് VSSൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടത്തണം, പുതിയ അതിർത്തി നിർണ്ണയിക്കണം, അർഹരായ മുഴുവൻ ആളുകളെയും അതിൽ അംഗത്വം കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി തെരഞ്ഞെടുപ്പ് നടത്തുകയും നിലവിലുള്ള ഭരണസമിതി അത് ഒരു അഡ്കോ കമ്മിറ്റി മാത്രമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ആ സമിതി ഒഴിവാക്കിക്കൊണ്ട് ഈ നടപടികൾ ത്വരിതപ്പെടുത്തുക, ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ നിവേദനത്തിൻ്റെ പകർപ്പാണ് ഇവിടെ ഞങ്ങൾ ROയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത്, കുളത്തൂപ്പുഴ.